morning to all. World Environment Day is celebrated on June 5 every year to remind people of the importance of nature. It is celebrated across the globe with a special theme. The theme for this year is ecosystem restoration, and the focus is on reimagine, recreate and restore. The theme reflects that we people should look after our environment nicely and plant more trees. The global pandemic COVID-19 has also made us understand that trees are important as a source of oxygen in the ecosystem. Hence, for a safe future, it is our obligation to make sure that no activities of ours affect our ecosystem. Now, may I kindly invite our guest of the day, Dr. Yusuf Ali Kevin, Medical Officer Ayush, our Principal Sister Jofi OP, parents, teachers and all my dear friends to this online environment program. Thank you. Hi all. സെൻറ് ഡൊമിനിക് കോൺവെൻറ്റ് സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ജൂൺ 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ജൂൺ 5 ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ തുടക്കം മാത്രമാണ്. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒക്കെ ഭാഗമാക്കി മാറ്റുക, പരിസ്ഥിതി പരിപാലനം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ജീവൻ ഉൾപ്പെടുന്ന അറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥയാണ് ഭൂമി. ആ ഭൂമിയിലൊരു പ്രബല വിഭാഗമാണ് മനുഷ്യൻ. മനുഷ്യൻ ഈ എക്കോസിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ യജമാനനല്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഈ തനതായ എക്കോസിസ്റ്റത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തീം.
ഈ ഭൂമിയിൽ ഒരുപാട് എക്കോസിസ്റ്റങ്ങളുണ്ട്. അത് മരുഭൂമിയായിട്ടും മലകളായിട്ടും പുഴകളായിട്ടൊക്കെ. അപ്പം നമ്മുടെ കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടം പോലുള്ള സ്ഥലങ്ങൾ, ഒരുപാട് കടലോര പ്രദേശങ്ങൾ, അതിൻ്റെ ഇടയിൽ നല്ല ഹരിതാഭയുള്ള ഒരുപാട് സ്ഥലങ്ങൾ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പ്രകൃതി കനിഞ്ഞു നൽകിയൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ള പശ്ചിമഘട്ടം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതിനോട് അടുത്ത് നമ്മൾ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതിൻ്റെയൊക്കെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കേണ്ട സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതി സ്നേഹം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് നമ്മൾ അക്കാദമിക തലത്തിൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ജീവിതത്തിലുടനീളം നമ്മൾ ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മുടെ ഈ ഭൂമിയുടെ മനുഷ്യൻ്റെ ചെയ്തി കൊണ്ട് ഭൂമിക്കുണ്ടാകുന്ന കോട്ടം അത് പരമാവധി കുറയ്ക്കാനും അടുത്ത തലമുറകളിലേക്ക് ഇതേ രൂപത്തിൽ നമ്മുടെ ഈ പ്രകൃതി സമ്പത്തും പ്രകൃതി വിഭവങ്ങളും ആവാസ വ്യവസ്ഥകളും കൈമാറുക എന്നുള്ളതാണ് നമുക്ക് ഭൂമിയിൽ ചെയ്യാവുന്ന ഒരു കാര്യം. വളരെ സാത്വികമായ രീതിയിൽ ഭൂമിയിൽ ജീവിച്ച് ഭൂമിയുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കോട്ട തട്ടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവണം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മരം നടുക എന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ, നിങ്ങൾ സംഘടിപ്പിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പേര് യൂസഫ് അലി, ആയുഷ് മെഡിക്കൽ ഓഫീസറാണ്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി. Hearty greetings of the day and a fine morning to all. Environment Day is celebrated every year to raise awareness among the people about why should we protect our nature. The theme of World Environment Day 2021 is Ecosystem Restoration. Environment plays a significant role in the preservation and survival of every form of life on the earth. So let's save our natural resources and ensure good health and long life to our future generations. Plant trees and save our earth. Thank you. இரவிலே நான் படுக்கும் போது மடியில் சாயும் நீடி, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி. മഞ്ഞു മൂടും
മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്രനിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ ധീരനാധീ തനനാദദിദോ തനനാദദിദോ തനധീരനാ തനധീ തനനാദീരനാദീ തനധീരനാദീ തനനാദദിദോ इश्क है 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 നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാം എല്ലാവരും വീടുകളിലായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന ഉറപ്പോടുകൂടി ഞാനിവിടെ നടാൻ പോകുന്നത് ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇത്
ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. 7 billion dreams, 1 planet, consumed with care. Respected principals, teachers, and my dear judges, as we all know, we are gathered here to celebrate World Environment Day. It is time for us to think about the future of our planet. Earth is our home, but environment is our rooftop. It is time for us to consider how to solve the environmental issues. Even in an advanced country, environmental issues are quite common. In my words, a country cannot be called an advanced country until it takes required steps to protect the nature. Even Good morning all, respected principal, teachers and all my dear friends. I'm Srinandana of class 8A. Today, I'm here to deliver a speech on Environment Day. First of all, let me wish you all a happy Environment Day. As we all know, World Environment Day is celebrated on June 5 every year. It is the day in which we spread awareness about environment, how important it is to us and what is the need of conserving it. Good afternoon to all, respected principals, teachers and my dear friends. As well all know that today is June 5, World Environment Day. Environment plays an important role in living and existence of life on Earth. Earth is a home for different living organisms. We all are dependent on the environment for air, food,